കോഴിക്കോട് കക്കയത്ത് വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കക്കയം GLP സ്കൂളിലെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. കഴിഞ്ഞ മാസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിലും പ്രദേശത്ത് കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂര് ചേരുകയാണ്. ആനന്ദ്, വിശദാംശങ്ങൾ. കക്കയം GLP സ്കൂളിൽ കാട്ടാനയുടെ ആക്രമണം. അതായത് സ്കൂൾ കോമ്പൗണ്ടിലെ വാഴകളെല്ലാം കാട്ടാന നശിപ്പിച്ച രീതിയിലായിരുന്നു. വാഴകളും മറ്റ് പച്ചക്കറികളും കൃഷി ഉണ്ടായിരുന്നതെല്ലാം കാട്ടാന ചവിട്ടി നശിപ്പിച്ച ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഭീതിയിലാണ് ഇപ്പോൾ പരിസരത്ത് നടക്കുന്നത്. കഴിഞ്ഞ മാസം ഈ പാലയാട് സ്വദേശി അബ്രഹാം ഇത്തരത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കർഷകനായിരുന്നു അബ്രഹാം. കാട്ടിലേക്ക് വിളകർപ്പിക്കാൻ പോകുന്നതിനിടയ്ക്ക് ഈ കാടിന്റെ അതിർത്തിയിൽ വെച്ചാണ് ഇത്തരത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് കൊല്ലപ്പെടുകയായിരുന്നു. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ അബ്രഹാമിന്റെ മരണത്തെ തുടർന്നുണ്ടായിരുന്നത്. അതായത് അന്ന് പ്രധാനപ്പെട്ട 4 ഉപാധികളാണ് കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഫെൻസിംഗ് നിർമ്മാണം, ഈ നഷ്ടപരിഹാരം, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി തുടങ്ങിയിട്ട് 4 ഉപാധികൾ വെച്ചിരുന്നു. പിന്നെ ഫെൻസിംഗ് നിർമ്മാണം ആ സമയത്ത് തുടങ്ങിയിരുന്നെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോയില്ല എന്നുള്ള ആരോപണമായി ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പട്ടാപ്പകൽ പോലും ഇത്തരത്തിൽ ആളുകൾ ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നതിന് ഭയപ്പെടുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ആനകൾ ഇപ്പോൾ എന്തായാലും കാട്ടിലേക്ക് കയറിയെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ആനന്ദ് പുത്തൂർ.